ശ്രീ കരമനജിത്ത്, ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ദയനീയ അവസ്ഥ അത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. എവിടെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു രക്തസാക്ഷി ഉണ്ടായത്? ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഈ തോട്ടിലേക്ക് ഇറങ്ങിയ ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു നിസ്സംഗ മനോഭാവമാണ് നഗരസഭയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ചില നടപടികൾ മാത്രമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നമുക്ക് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം പൂർണ്ണമായും പരാജയമാണ് എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സഭയ്ക്കകത്തും പുറത്തും അത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ ശരി തന്നെ, പാർട്ടിയുടെ ജില്ലാ ഘടകമായിരുന്നാലും ശരി തന്നെ, വളരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിലൊരു ആപത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അവസരമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലവട്ടം നമ്മൾ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം നടന്ന സ്പെഷ്യൽ കൗൺസിൽ പോലും മനഃപൂർവ്വം ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു പരിചയസമ്പന്നരായ നിരവധി കൗൺസിലർമാർ അവിടെ ഉണ്ടായപ്പോൾ അവരുടെ അഭിപ്രായ സമന്വയവും പോലും ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാതെ സഭയെ പിരിച്ചുവിട്ട ഒരു സമീപനമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മാലിന്യം, ഇപ്പം ഒരു ജോയി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായി, താങ്കൾ പറഞ്ഞതുപോലെ രക്തസാക്ഷി ഉണ്ടായി. ഇപ്പൊ മാലിന്യ നീക്കത്തെ സംബന്ധിച്ചിടത്തോളം ദ്രുതഗതിയിൽ മുഖം രക്ഷിക്കുവാനുള്ള പല നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വസ്തുതയാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, 2023-24 സാമ്പത്തിക വർഷത്തിൽ 8 കോടി രൂപയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ നീക്കിവെച്ച് കേവലം 2 കോടി രൂപ മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ ഇച്ഛാശക്തിയോടുകൂടി ഇത്തരം പ്രവൃത്തികൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തോടുകളും കനാലുകളും അതുപോലെ തന്നെ നമ്മുടെ ചെറു ഓടകളും ഒക്കെ വൃത്തിയാക്കുവാൻ ഇവർ തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുത മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഭീകരമായി നേരിടാൻ പോകുന്ന മറ്റൊരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും പനി രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പോലുള്ള സംവിധാനം ആരോഗ്യ മേഖല പരാജയപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിൽ പോലും കുടുങ്ങി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം വരെ സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധിക്കെതിരെ എന്ത് നിലപാടാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്? ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കഴിഞ്ഞ 45 വർഷക്കാലം ഇവർ ഭരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ കോളറ, ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻപുള്ള കാലങ്ങളിൽ എലിയെ നശീകരണം ചെയ്യുവാനുമുള്ള ഒരു ബിസ്ക്കറ്റ് തരത്തിലുള്ള ഒരു ഉൽപ്പന്നം നമ്മുടെ എല്ലാ വാർഡുകളിലും വിതരണം ചെയ്യും. ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ 4 വർഷത്തില് എലികളെ നശീകരിക്കുന്നതിനുള്ള യാതൊരു സംവിധാനവും ഉണ്ടായിട്ടില്ല. അത് കാരണമാണ് എലിപ്പനി. എന്റെ നെടുങ്കാട് വാളിൽ തന്നെ എലിപ്പനി മുഖാന്തരം മരണപ്പെട്ട ഒരു രോഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ നമ്മുടെ ആരോഗ്യ വിഭാഗം ഇത്തരത്തിൽ ഈ പകർച്ചവ്യാധി തടയുന്നതിനുള്ള എന്ത് സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് അവർ പറയാൻ ഈ സാഹചര്യത്തിൽ സന്നദ്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളിൽ മുഴുവൻ വെള്ളം തളം കെട്ടി നിൽക്കുകയാണ്. ഈ തളം കെട്ടി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചിരട്ടയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നാൽ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന ഹെൽത്ത് വിഭാഗം ഇത്തരത്തിൽ റോഡുകൾ മുഴുവൻ വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കൊതുകുകളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും കൊതുകിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ കൊതുകുകൾ ഈ നഗരം മുഴുവൻ കൊതുകുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് സംവിധാനമാണ് ഭരണസമിതി ചെയ്തത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി മാലിന്യ നീക്കത്തോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധി തടയുവാനുള്ള അടിയന്തര നടപടി ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം ശ്രീ കരമനജിത്ത്, ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു പൂർവ്വകാലം നമുക്കറിയാം. വളരെ വലിയ രീതിയിൽ ഒഴുകിയിരുന്ന, വലിയ ജലസ്രോതസ്സായി ഒഴുകിയിരുന്ന ഒരു തോടായിരുന്നു ഇത്. പക്ഷേ പിന്നീട് കാലക്രമേണ ഈ നഗരത്തിൻ്റെ ഒരു കയ്യേറ്റം, നഗരത്തിലെ വൻകിടക്കാരുടെ അടക്കം കയ്യേറ്റത്തിന് വിധേയമായി ഇത് മെലിഞ്ഞുണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനോ നഗരസഭ ഒരു കാലത്ത് മുൻകൈ എടുത്തിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഈ കയ്യേറ്റങ്ങൾ നടക്കുന്നു എന്നും ആ കയ്യേറ്റങ്ങൾക്ക് നടപടി സ്വീകരിക്കണമെന്നും പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ വെള്ളയാമ്പലത്ത് നിന്ന് തുടങ്ങുന്ന ഈ തമ്പാനൂർ തോട്, അതായത് തമ്പാനൂർ തോട്, നമ്മുടെ പഴവങ്ങാടി തോട്, അത് കഴിഞ്ഞ് കണ്ണമ്മൂല കഴിഞ്ഞ് പുള്ളൂർ തോടും അതുപോലെ തന്നെ പട്ടം തോടും വന്ന് ചേരുമ്പോഴാണ് ഈ ആമയഴഞ്ചൻ ഓട എന്ന് നമ്മൾ, അല്ലെങ്കിൽ തോട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ നിങ്ങൾ പട്ടം തോടിലെയും മുള്ളൂർ തോടിന്റെയും ആ വിവിധ കരകൾ ചെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. മുഴുവൻ കയ്യേറ്റങ്ങളാണ്. എന്തിനേറെ പറയുന്നു, ഈ ഓടയുടെ മുകളിൽ വരെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നു. ഇവിടെ ഭരണസമിതി എഞ്ചിനീയറിംഗ് വിഭാഗം വെറും നോക്കുകുത്തിയായിരിക്കുന്നു. കാരണം നോക്കുകുത്തി മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ അപ്പോഴും തന്നെ ഭരണസമിതി ഇടപെടും. അപ്പോൾ തന്നെ ഭരണസമിതി, നിങ്ങൾക്കറിയാമല്ലോ, വഞ്ചൂരില് മാലിന്യം കയറ്റി വന്ന ഒരു വണ്ടിയെ പിടിച്ച് ഹെൽത്തിന്റെ വിഭാഗം കസ്റ്റഡി എടുത്തപ്പോൾ ആ ഹെൽത്ത് ഓഫീസറെ മാറ്റിയ ചരിത്രമാണ് നമ്മുടെ നഗരസഭയിൽ ഉണ്ടായത്. അപ്പോൾ സ്വതന്ത്രമായി ഇച്ഛാശക്തിയോടുകൂടി ശക്തമായ നടപടിയെടുക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതും അവർക്കൊരു കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് നോക്കണേ, ഈ കയ്യേറ്റങ്ങള് നമ്മുടെ ഈ തോടുകളുടെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നോക്കണം. കയ്യേറ്റങ്ങൾ മാത്രമല്ല, പല ആമയഴഞ്ചൻ തോടിന്റെ കൈവരികൾ പല സ്ഥലങ്ങളിലും ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്നു. അത് കാരണം വെള്ളം കയറുവാനുള്ള അവസരങ്ങൾ, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് മഴ ശക്തമാകുന്ന സമയത്ത് അതുവഴി വെള്ളം കയറുന്നു. ആ വെള്ളം കയറുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്തുകൊണ്ടാണ് ഭരണസമിതി പരാജയപ്പെട്ടത്? നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ അമൃത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫേസ് 1 നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഈ തരത്തിലുള്ള ഓടകൾ, അതായത് മഴവെള്ളം വരുമ്പോൾ മഴവെള്ളം കൃത്യമായി അതിന്റെ യഥാസ്ഥാനത്ത് ചെന്ന് എത്തുന്നതിന് വേണ്ടിയുള്ള ഇരു കരകളും കെട്ടി ഉറപ്പിക്കുന്നതിന്, പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിനും ഉള്ള ഓടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമൃത് 1 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഫേസ് നമ്മൾ ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. കേവലം 33% മാത്രമാണ് നഗരസഭ ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ ഞെട്ടിക്കുന്നതാണ്. നിങ്ങൾ അറിയുന്നു, കേന്ദ്ര ഗവൺമെന്റ് വേണ്ട രീതിയിൽ പണം അനുവദിക്കുമ്പോൾ ആ പണം യഥാസമയം ഉപയോഗിക്കുവാൻ പരാജയപ്പെട്ടു. മറ്റൊന്ന്, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് 200 കോടി രൂപയാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ശ്രമപരമായി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്, 1.5 മാസത്തിന് മുമ്പ് കൊടുത്തത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വഴി ആ പണം കൊടുക്കുവാൻ അതിൽ 50 കോടി രൂപ കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എന്തേ ഈ 50 കോടി കൊടുത്തുകൊണ്ട് ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോലും അതിന്റെ മുകളിൽ കയറി അടയിരിക്കുകയാണ്. ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? ആ പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആമയഴഞ്ചൻ തോടായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ പട്ടം തോടായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ ഉള്ളൂർ തോടായിരുന്നാലും ശരി തന്നെ, പാർവതി പുത്തനാരായിരുന്നാലും ശരി തന്നെ, കൈവരികൾ ഇരുവശങ്ങളിൽ വരുന്ന 900-200ഓളം ഓടകളുടെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ചെറുതും വലുതുമായ തോടുകളും ഓടകളും അതുപോലെ തന്നെ ആ കല്ലിയാറും അതുപോലെ തന്നെ നമ്മുടെ കരമനയാറിനെയൊക്കെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ കാലതാമസം? ആരാണ്? ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വരുത്തുവാൻ പാടില്ല. അതിന്റെ ഇമേജ് കേന്ദ്ര ഗവൺമെന്റിനും BJPക്കുമാകുമെന്നുള്ള ഭയം കൊണ്ടാണ് അത്തരം പ്രവൃത്തിക്ക് പോലും തയ്യാറാകുന്നത്. അതുകൊണ്ടാണല്ലോ ഫേസ് 1 എന്നുള്ള നിലയിൽ അമൃത് പ്രോജക്റ്റുമായി 33% മാത്രം ചെലവഴിക്കുവാൻ വേണ്ടി തയ്യാറായത്. നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ നാടിന്റെ ഈ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക, അല്ലെങ്കിൽ മാലിന്യത്തിന് പരിഹാരം കാണുക, ഓടകളുടെ നവീകരണത്തിന് പരിഹാരം കാണുക, തീർച്ചയായിട്ടും ഒഴുക്കുകൾ പൂർണ്ണമാക്കുക, ആ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളെ അനന്ത പോലുള്ള ഓപ്പറേഷൻ പദ്ധതികൾ നമ്മൾ നടത്തിയതാണ്. തീർച്ചയായിട്ടും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് ഒരു ഇച്ഛാശക്തിയോടുകൂടി ഭരണകൂടം തയ്യാറാകട്ടത്? ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഇത് ആരാണ് കയ്യേറിയുന്നത്? പച്ചയായ സത്യമാണ്. ഇത് ആരാണ് കയ്യേറിക്കൊണ്ടിരിക്കുന്നതും ഈ കയ്യേറുന്നതിന് ഒത്തേശ ചെയ്തു കൊടുക്കുന്നതും ആരാണ്? അതുകൊണ്ടാണല്ലോ ഈ പക്വതയും പാകുതയും ഇല്ലാത്ത ഒരു മേയറെ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു കളിപ്പാവ പോലെ, ഈ കളിപ്പാവെ പോലെ അതിനെ നമ്മൾ നൂലുകളിൽ കെട്ടി പാവ കളിക്കും പോലെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.